നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന്റേത് അഭിമാനകരമായ വളർച്ചയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂലമറ്റം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ഉദ്ഘാടനം നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വാഷിംഗ് മെഷീന് തീപിടിച്ചു. തൊടുപുഴ മുതലക്കോടത്തിന് സമീപം പഴുക്കാക്കുളത്താണ് വാഷിംഗ് മെഷീന് തീപിടിച്ചത്. ലയൺസ് ക്ലബിന്റെ സ്വപ്നഭവനം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടത്തി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലിബോ ജോൺ താക്കോൽ ദാനം നിർവഹിച്ചു. അവധിക്കാലത്തിന് ശേഷം എത്തിയ കുട്ടികളെ ഉത്സവാഘോഷത്തോടെ സ്വീകരിച്ച് വിദ്യാലയങ്ങൾ. ഇത്തവണ ജില്ലയിൽ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയത് 5278 കുട്ടികളാണ്. വാർത്തകൾ വിശദമായി. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന്റേത് അഭിമാനകരമായ വളർച്ചയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെന്റ് സെബാസ്റ്റ്യൻസ് സ്കൂളിലെ കളിയൊരു ലഹരി പദ്ധതിയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നതിന്റെ ഓൺലൈൻ സംപ്രേഷണവും സ്കൂളിൽ ഒരുക്കിയിരുന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാംകുന്നേൽ അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം നേടിയത് അസൂയാവഹവും അഭിമാനകരവുമായ നേട്ടമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5000 കോടി രൂപയാണ് സ്കൂളുകൾ നവീകരിക്കുന്നതിനായി സർക്കാർ ചെലവഴിച്ചത്. കമ്പ്യൂട്ടർ പഠനവും AI അധിഷ്ഠിത വിദ്യാഭ്യാസവും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പകർന്നു നൽകുന്ന മാതൃകാപരമായ വിദ്യാഭ്യാസ ശൈലിയാണ് കേരളം പിന്തുടരുന്നതെന്നും മന്ത്രി പറഞ്ഞു. സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ കളിയൊരു ലഹരി പദ്ധതിയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ സ്കൂളുകൾ പഴയതുപോലെയല്ല. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളാണ്. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ. 5000 കോടി രൂപയാണ് സ്കൂൾ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ഗവൺമെന്റ് ചെലവഴിച്ചത്. 5 കോടിയും 3 കോടിയും 1 കോടിയും എല്ലാം മുടക്കി പഴയകാല സങ്കല്പങ്ങളിൽ നിന്ന് നമ്മുടെ സ്കൂളുകളെല്ലാം ഹൈടെക് സ്കൂളുകളായി, ക്ലാസ് റൂമുകളായി മാറി. ഓലമേഞ്ഞ ഷീറ്റിട്ട തറമെഴുകിയ കെട്ടിടങ്ങളെല്ലാം പോയി. സുരക്ഷിതമായ വിദ്യാഭ്യാസം, പഠിക്കുവാൻ കുട്ടികൾക്ക് ആനന്ദവും ആഹ്ലാദകരവുമായ ക്ലാസ് മുറികൾ, നല്ല കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കാലാനുസൃതമായ മാറ്റം, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തന ശൈലി ആരംഭിച്ച് സംസ്ഥാനമായി കേരളം മാറുക. ഇത് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും. സർവകലാശാലകളും കോളേജുകളുമെല്ലാം നാട്ട് അക്രഡിറ്റേഷനിൽ വലിയ വേർക്കണ്ടീകരിച്ചു. രാജ്യത്തെ 100 കോളേജുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിലെ പ്രധാനപ്പെട്ട 16 കോളേജുകളുടെ സ്ഥാനത്ത് കേരളം നിൽക്കുക. 200ന്റെ സ്ഥാനത്തേക്ക് വന്ന 46 കോളേജുകൾ കേരളത്തിലാണെന്നുള്ളത് സവിശേഷതയോടെ കാണുന്നത്. കേരളത്തില് ലോകത്തിൽ ആരംഭിച്ച ഡിജിറ്റൽ സർവകലാശാല ആരംഭിക്കാൻ കഴിഞ്ഞ സംസ്ഥാനമായി മാറി. ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല രൂപം കൊടുക്കാൻ കഴിഞ്ഞു. സയൻസ് സിറ്റി, സയൻസ് പാർക്ക് രൂപപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയും. പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നതിന്റെ ഓൺലൈൻ സംപ്രേഷണവും സ്കൂളിൽ ഒരുക്കിയിരുന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാംകുന്നേൽ അധ്യക്ഷത വഹിച്ചു. ലഹരിക്കെതിരെ ജില്ലാ പോലീസ് നടപ്പാക്കുന്ന ക്യാമ്പസ് ബീച്ച് പദ്ധതിയുടെ വിശദീകരണവും ലഹരി വിരുദ്ധ സന്ദേശവും പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കലും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് നിർവഹിച്ചു.
തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് പഠനോപകരണ വിതരണം നടത്തി. വാർഡ് കൗൺസിലർ ജോസ് മഠത്തിൽ, സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ AM ഷാജഹാൻ, ഡയറ്റ് പ്രിൻസിപ്പൽ GP ഗോപകുമാർ, തൊടുപുഴ DEO ഷീബ മുഹമ്മദ്, തൊടുപുഴ AEO ബിന്ദു, സ്കൂൾ മാനേജർ ഫാദർ ജോസ് പൊതൂർ, PTA പ്രസിഡന്റ് M റോയ് തോമസ്, PTA പ്രസിഡന്റ് ഡിംപിൾ വിനോദ്, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ PC ഗീത, സ്കൂൾ ഹെഡ്മാസ്റ്റർ ഷിൻഡോ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സ്റ്റാർട്സ് പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ മൂലമറ്റം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ഉദ്ഘാടനം നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് KS അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അഭിരുചിക്കും കഴിവിനും അനുസൃതമായി തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ മൂലമറ്റം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ഉദ്ഘാടനം നടത്തി. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുതിർന്ന കുട്ടികളാണ്. നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ചിന്തകളെ അത്തരത്തിൽ കൊണ്ടുവന്നെത്തിക്കാനായിട്ട് ശ്രമിക്കണം. താൽക്കാലികമായിട്ടുള്ള ആശ്വാസമോ സന്തോഷമോ പ്രദാനം ചെയ്യത്തക്ക വിധത്തിലുള്ള ഇടപെടലുകൾ നമ്മളെ കുടുംബങ്ങളെയും ബന്ധങ്ങളെയും അയൽവാസത്തെയും നിങ്ങൾ വ്യക്തികൾ ഓരോരുത്തരെയും എതിർത്ത് കളയാൻ നടക്കുന്ന ശ്രമമായി കാണണം. അതിന്റെ ശക്തിയുക്തം എതിർക്കണം. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ കുട്ടികൾക്കും നിങ്ങളെ ഇവിടെ ചുമതലയുള്ള പോലീസ് ഓഫീസർക്ക് അത് കൈമാറാം. അതിന്റെ ഹെഡ്മാസ്റ്റേഴ്സ് അല്ല ബന്ധപ്പെട്ട ടീച്ചേഴ്സൊക്കെ അതിനെ നിങ്ങളെ സഹായിക്കും. നിങ്ങളെ വാച്ച് ചെയ്യുമെന്നുള്ള ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു പോകേണ്ട ഘട്ടമാണെന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചതുമാണ്. യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ നിസ K സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ പ്രൊഫസർ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. SSK ഇടുക്കി ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ഷാജഹാൻ MM പദ്ധതിയെക്കുറിച്ച് വിവരിച്ചു. SSLC VHSC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് മന്ത്രി അവാർഡുകൾ നൽകി. വാർഡ് മെമ്പർ സിനി തോമസ്, BPC സിനി സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് പ്രകാശ് ജോർജ്, അറക്കുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സതീഷ് ചന്ദ്രൻ, HM ശ്രീകല P എന്നിവർ ആശംസകൾ നേർന്നു. SDC കോർഡിനേറ്റർ ദിൽജ ദിവാകരൻ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വാഷിംഗ് മെഷീന് തീപിടിച്ചു. തൊടുപുഴ മുതലക്കോടത്തിന് സമീപം പഴുക്കാക്കുളത്താണ് വാഷിംഗ് മെഷീന് തീപിടിച്ചത്. റിപ്പയറിംഗിന് ശേഷം സ്ഥാപിച്ച വാഷിംഗ് മെഷീനാണ് തീപിടിച്ചത്. ഉടൻ തന്നെ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് ജീവനക്കാരെത്തി തീ അണയ്ക്കുകയുമായിരുന്നു. തൊടുപുഴ മുതലക്കോടത്തിന് സമീപം പഴുക്കാക്കുളത്ത് വീടിനുള്ളിൽ വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വാഷിംഗ് മെഷീന് തീപിടിച്ചു. റിപ്പയറിംഗിന് ശേഷം സ്ഥാപിച്ച വാഷിംഗ് മെഷീനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. രാവിലെ 9:20 കൂടിയായിരുന്നു സംഭവം. കുട്ടിയെ സ്കൂളിൽ അയച്ചിട്ട് വന്നപ്പോൾ വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട വീട്ടമ്മ ഉടനെ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ വലിയ വാഹനം എത്തിച്ചേരുവാൻ റോഡ് സൗകര്യം ഇല്ലായിരുന്നു. തുടർന്ന് സേനാംഗങ്ങൾ BA സെറ്റ് ധരിച്ച് മുകൾ നിലയിൽ കയറിയ ശേഷം ഇലക്ട്രിക് ലൈനുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും സമീപത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ എടുത്തു മാറ്റുകയും ചെയ്തു. കനത്ത പുക മൂലം രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KA ജാഫർ ഖാന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ MN വിനോദ് കുമാർ, ഫയർ ഓഫീസർമാരായ S ശരത്ത്, ഷിബിൻ ഗോപി, ജെയിംസ് നോബിൾ, TK വിവേക്, ജെയ്സ് സാം ജോസ്, അഖിൽ S പിള്ള, KS അബ്ദുൾ നാസർ, പ്രമോദ് KR, ഷാജി PT എന്നിവർ ചേർന്നാണ് തീ അണച്ചത്. ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലയൺസ് ക്ലബിന്റെ സ്വപ്ന ഭവന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടത്തി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലിബോ ജോൺ താക്കോൽ ദാനം നിർവഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ലയൺസ് ഡിസ്ട്രിക്ട് 318C സ്വപ്ന ഭവന പദ്ധതിയുടെ ഭാഗമായി ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ എലൈറ്റ് മുൻകൈയെടുത്ത് നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലിബോ ജോൺ നിർവഹിച്ചു. മാർച്ച് 21 പ്രവർത്തനം ആരംഭിച്ച് ഇത്രയും പെട്ടെന്ന് നമുക്കത് ഈ താക്കോൽ കൊടുക്കാൻ പറ്റുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നമുക്ക് തൊഴിൽ എലൈറ്റിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമുള്ളൊരു മുഹൂർത്തമാണ്. നമുക്ക് ഏറ്റവും അർഹതപ്പെട്ട ഒരാൾക്ക് ഇത് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ ക്ലബിൽ എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. നമുക്ക് ഏറ്റവും അർഹതപ്പെട്ട ഒരാളെ കണ്ടെത്തി നമ്മൾ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനൊക്കെ ആയിട്ട് സഹകരിച്ച് നമ്മൾ ഒത്തിരി ആൾക്കാർ ഇതിനകത്ത് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഈ സമയത്ത് ഈ താക്കോൽ കൈമാറി എത്രയും പെട്ടെന്ന് ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഇവിടെ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, കാലുകൾക്ക് സ്വാധീനമില്ലാത്ത മുട്ടം സ്വദേശിനി രജനിക്കുട്ടിക്കാണ് ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ എലൈറ്റ് വീട് നിർമ്മിച്ചു നൽകിയത്. ചടങ്ങിൽ റീജിയണൽ ചെയർമാൻ ജെയ്സ് ജോൺ, സോൺ ചെയർമാൻ സേജൻ സ്റ്റീഫൻ, സെക്രട്ടറി ബോബി ജോർജ്, ട്രഷറർ റെജി KV എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മൂലമറ്റം സെന്റ് ജോർജ് UP സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ കുര്യൻ കാലായിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ഗ്രേസ്, വാർഡ് മെമ്പർ ഉഷ ഗോപിനാഥ് ഉൾപ്പെടെ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കാഞ്ഞാർ സിവിൽ പോലീസ് ഓഫീസർ മേരി സിൻഡ്രല്ല ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നവാഗതരായ 75-ൽ പരം കുട്ടികൾക്ക് ചടങ്ങിൽ വരവേൽപ്പ് നൽകി.
മൂലമറ്റം സെന്റ് ജോർജ് യു പി സ്കൂളിലെ പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഫാദർ കുര്യൻ കാലായിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ഗ്രേസ്, വാർഡ് മെമ്പർ ഉഷ ഗോപിനാഥ്, സംസ്ഥാന സ്കൂൾ പാഠപുസ്തക സമിതി അംഗം റോയ് ജെ കല്ലറങ്ങാട്ട്, PTA പ്രസിഡന്റ് സിനോയ് താനിക്കൽ, SSG കൺവീനർ ഫ്രാൻസിസ് കരിമ്പാനി, സ്റ്റാഫ് സെക്രട്ടറി ജെയ്സൺ സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. കാഞ്ഞാർ സിവിൽ പോലീസ് ഓഫീസർ മേരി സിൻഡ്രല്ല ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നവാഗതരായ 75-ൽ പരം കുട്ടികൾക്ക് ചടങ്ങിൽ വരവേൽപ്പ് നൽകി. വഴുത്തല ഗ്രാമപഞ്ചായത്തിന്റെയും ശാന്തിഗിരി കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പുറപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് പ്രവേശനോത്സവം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജിജി അഗസ്റ്റിൻ സംസാരിച്ചു. ശാന്തിഗിരി കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ജോസ് ജോൺ CMI സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വഴുത്തല ഗ്രാമപഞ്ചായത്തിന്റെയും ശാന്തിഗിരി കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ പുറപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് പ്രവേശനോത്സവം നടത്തി. 100ഓളം കുട്ടികൾ പഠിക്കുന്ന പഞ്ചായത്തിലെ ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടത്തിയ പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജിജി അഗസ്റ്റിൻ സ്വാഗതം ആശംസിച്ചു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ക്ഷേമകാര്യ ചെയർമാൻ മാർട്ടിൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. പുറപ്പുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ MV ജോർജ് നവാഗതർക്ക് സ്വീകരണം നൽകി. വികസനകാര്യ ചെയർപേഴ്സൺ ആൻസി ജോജോ, LSS പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയവരെയും ക്ഷേമകാര്യ ചെയർപേഴ്സൺ അച്ചാമ്മ ജോയ് SLC പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ശാന്തിഗിരി കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ജോസ് ജോൺ CMI സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്തിലെ എല്ലാ വാർഡ് മെമ്പർമാരും അധ്യാപകരും രക്ഷകർത്താക്കളും കുട്ടികളും ശാന്തിഗിരി കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികളും പങ്കെടുത്തു. MA അഭിലാഷ് കൃതജ്ഞത രേഖപ്പെടുത്തി. ഹിറ്റാച്ചി ATM ഇനി പട്ടയം കവലയിലും. നൂതന ബാങ്കിംഗ് സേവനങ്ങൾ സർവീസ് ചാർജുകളില്ലാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഹിറ്റാച്ചി മണി സ്പോട്ട് ATMന്റെ 3ാമത്തെ ബ്രാഞ്ച് പട്ടയം കവലയിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ നിർവഹിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഹിറ്റാച്ചി മണി സ്പോട്ട് ATM പട്ടയം കവല ടൗണിൽ കനാൽ ജംഗ്ഷന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ഉപഭോക്താക്കൾക്ക് നൂതന ബാങ്കിംഗ് സേവനങ്ങൾ സർവീസ് ചാർജ് ഇല്ലാതെ ഇവിടെ നിന്നും ലഭ്യമാകുന്നു. OTP ഇല്ലാതെ കാർഡുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നതിനുള്ള സൗകര്യം, പെൻഷൻ പണം പിൻവലിക്കുന്നതിനുള്ള സൗകര്യം, എല്ലാ ബാങ്കുകളുടെയും കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുവാനുള്ള സൗകര്യം എന്നിവയ്ക്കൊപ്പം 100, 200, 500 നോട്ടുകൾ ATMൽ നിന്ന് ലഭ്യമാകും. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ നിർവഹിച്ചു. ശരിക്കും പട്ടയംകവല പോലൊരു സ്ഥലത്ത് ഇതുപോലൊരു ATM വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ സാധാരണക്കാരായ എല്ലാം ഇപ്പം ബാങ്ക് മുഖേനയാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നത്. പലർക്കും വളരെ സംശയമുണ്ട്, ഇതിന് ഭയങ്കര ചാർജ് ഈടാക്കുമോ, ഇതൊന്നും ഒരു ചാർജും ഈടാക്കാതെ തന്നെ നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ ഇവർ തന്നെ മൂന്നാമത്തെ ATM ആണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. പട്ടയംകവലക്കാർക്ക് ഏറ്റവും ഗുണപ്രദമായ ഒരു കാര്യമാണ്. ഏത് ആവശ്യത്തിനും ഏത് പാതിരാത്രിക്കും വേണമെങ്കിൽ 24 hours ആണ് ഇതിൻ്റെ സേവനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ഇനിയും ഒരു കാലത്തും പൈസയ്ക്ക് വേണ്ടി നമ്മൾ ആരുടെ അടുത്തും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഏത് ബാങ്കിൻ്റെയും ATM കാർഡ് നമുക്കിവിടെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതെല്ലാം പട്ടയംകവലക്കാർക്ക് പ്രയോജനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഹിറ്റാച്ചി മണി സ്പോട്ടിന്റെ 3ാമത്തെ ATM ആണ് പട്ടയം കവലയിൽ പ്രവർത്തനം ആരംഭിച്ചത്. നൂതന ബാങ്കിംഗ് രംഗത്ത് ഹിറ്റാച്ചി മണി സ്പോട്ട് ഒരുക്കിയ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. മണി സ്പോട്ട് ATM ഇന്ന് പട്ടയം കവലയിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. സർവ്വസാധാരണക്കാർക്ക് പോലും 100, 200 എന്ന മണി രീതിയിൽ ഡിനോമിനേഷൻസ് വിഡ്രോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ATM OTP കൂടാതെ ഒരേ സമയം 10,000 രൂപ വരെ നമുക്ക് വിഡ്രോ ചെയ്യാം. പല തവണകളായി ഇപ്പം നമ്മുടെ ബാങ്കുകൾക്ക് നിങ്ങളുടെ ബാങ്ക് ലിമിറ്റ് 3, 4 ഒരു മാസം 3, 4 തവണയാണെങ്കിൽ ഇവിടെയും 3, 4 തവണ വരെ ഫ്രീ ആയിരിക്കും. അതിനുശേഷം നിങ്ങളുടെ റെസ്പെക്റ്റീവ് മദർ ബാങ്ക് എത്രത്തോളം ചാർജസ് ആവുന്നു അത് മാത്രമേ ഇവിടെ ആവുന്നുള്ളൂ. സോ നിങ്ങൾക്ക് സർവീസ് ചാർജസ് ഒന്നും ഉണ്ടാവുകയില്ല. സോ ധൈര്യമായിട്ട് നമ്മുടെ പട്ടയം കവലയിൽ പാർക്കിംഗ് സൗകര്യമുണ്ട്. നമ്മുടെ ഇടുക്കി തൊടുപുഴയിൽ നിന്ന് ഇടുക്കിയിലേക്ക് പോകുന്ന റൈറ്റ് സൈഡ് പട്ടയം കവലയിൽ റൈറ്റ് സൈഡിലാണ് നമുക്ക് ഈ ഹിറ്റാച്ചി മണി സ്പോട്ട് ATM കാണുന്നത്. പക്ഷെ നിങ്ങൾ ഇവിടുത്തെ ATMs നിന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് കരിമണ്ണൂരും ഉടുമ്പന്നൂരും ഇടുക്കിക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഈ ഹിറ്റാച്ചി മണി സ്പോട്ട് ATM ഉള്ളതാണ്. കേരളത്തിലും ഇന്ത്യയിലും സേവന മികവ് തെളിയിച്ചിരിക്കുന്ന ഹിറ്റാച്ചി ATM ഇന്ന് പട്ടയം കവലയിൽ. സോ എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. വരൂ, ഇതിന്റെ സേവനങ്ങൾ നിങ്ങൾ ആഘോഷിക്കും.
സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ മാത്യു കൊച്ചുമുണ്ടൻമലയിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ബിനു T. ഫ്രാൻസിസ്, അധ്യാപകരായ ജോബി C. തോമസ്, ജെയ്മോൻ ജോർജ്, ലിറ്റി തോമസ് എന്നിവർ സംസാരിച്ചു. ഉന്നത പഠനത്തിലേക്ക് ചൂടുവയ്ക്കുന്ന സ്കൂളിൽ നിന്നും പോകുന്ന ആ കുട്ടികളുടെ അവരുടേതായ വിദ്യാഭ്യാസ നിലവാരം അത് വളരെ സന്തോഷപൂർവവും ശോഭനവും അവരുടേതായ ആശയക്കനുസരിച്ച് അത് വളരട്ടെ എന്ന് ആശിക്കുന്നു. പ്രവേശനോത്സവം വർണ്ണാഭമാക്കി തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ LACMC അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ജോഷി സ്വാഗതം ആശംസിച്ചു. അക്കാദമിക് കോർഡിനേറ്റർ മഞ്ജു ജോസ്, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ്ബത്ത് CMC ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. സംഗീതവും ചടുല നൃത്ത ചുവടുകളും കൊണ്ട് പ്രവേശനോത്സവം വർണ്ണാഭമാക്കി തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ. നാസിക് ഡോളിന്റെ അകമ്പടിയും കുട്ടികളുടെ ഇഷ്ട കഥാപാത്രങ്ങളായ മിക്കി മൗസിന്റെയും ഡൊണാൾഡ് ഡക്കിന്റെയും സാന്നിധ്യവും പ്രവേശനോത്സവത്തെ വേറിട്ട അനുഭവമാക്കി മാറ്റി. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ LACMCയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ജോഷി സ്വാഗതം ആശംസിച്ചു. അക്കാദമിക് കോർഡിനേറ്റർ മഞ്ജു ജോസ് ആശംസകൾ നേർന്നു. വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ്ബത്ത് CMC ധന്യമായ ആത്മീയ പ്രഭാഷണം നിർവഹിച്ചു. ഭക്തിനിർഭരമായ വേദിയിൽ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നുവന്ന നവാഗത പ്രതിഭകളെയും പുതിയതായി ചാർജ് എടുത്ത അധ്യാപകരെയും മധുരം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ സ്വാഗതം ചെയ്തു. സ്കൂൾ ഡയറക്ടർ സിസ്റ്റർ സ്റ്റാൻ സിംഗ്, സ്റ്റാഫ് സെക്രട്ടറിമാരായ ഗിരീഷ് ബാലൻ, ബിന്ദു ജോസ് തുടങ്ങിയവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. Today marks the beginning of an incredible journey. You are now part of Vimala family that cares deeply about your growth, your dreams and your success. There may be a few butterflies in your stomach today, and that's perfectly normal. But know this, every great story begins with a first chapter. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിമണ്ണൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. യൂണിറ്റിന്റെ പരിധിയിൽ വരുന്ന ലിറ്റിൽ ഫ്ലവർ LPS പള്ളിക്കാമുറി, NSS UPS പന്നൂർ, ഗവൺമെന്റ് UPS കരിമണ്ണൂർ, ഹോളി ഫാമിലി LPS കരിമണ്ണൂർ, വിജ്ഞാനമാത UPS ചാലാശ്ശേരി, സെന്റ് മേരീസ് LPS ഏഴുമുട്ടം എന്നീ സ്കൂളുകളിലെ കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. നിരവധി വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിമണ്ണൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ പ്രവേശനോത്സവ ദിനത്തിൽ കുട്ടികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. യൂണിറ്റിന്റെ പരിധിയിൽ വരുന്ന ലിറ്റിൽ ഫ്ലവർ LPS പള്ളിക്കാമുറി, NSS UPS പന്നൂർ, ഗവൺമെന്റ് UPS കരിമണ്ണൂർ, ഹോളി ഫാമിലി LPS കരിമണ്ണൂർ, വിജ്ഞാനമാത UPS ചാലാശ്ശേരി, സെന്റ് മേരീസ് LPS ഏഴുമുട്ടം എന്നീ സ്കൂളുകളിലെ കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ചടങ്ങുകളിൽ KSSPU ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ NA ജെയിംസ്, S രാജീവ്, KSSPU ഇളന്തേശം ബ്ലോക്ക് പ്രസിഡന്റ് KV ദേവസ്യ, ജില്ലാ കൗൺസിൽ മെമ്പർമാരായ AS ഇന്ദിര, സജീവൻ PP, KM ജലജ, യൂണിറ്റ് പ്രസിഡന്റ് ബിനോ KC, വൈസ് പ്രസിഡന്റ് TU ജോർജ്, സെക്രട്ടറി സുനി രാജു, ട്രഷറർ ജോസഫ് കുരുവിള, മുൻ പ്രസിഡന്റുമാരായ TN കേശവകുറുപ്പ്, KN സോമശേഖരൻ, NK ഇബ്രാഹിം, പ്രൊഫസർ ലൂയിസ് J പാറത്താഴം, TK ലളിത തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ സാധാരണക്കാരായ മാതാപിതാക്കളുടെ മക്കൾ പഠിച്ച ഒരു സ്കൂളിലാണ് ഞാൻ ആ കാലഘട്ടം മുഴുവൻ വർക്ക് ചെയ്തത്. എനിക്കറിയാം അവർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ജാടയുമില്ലാതെ ഈ സ്കൂളിൽ വന്ന സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത്. ഞാൻ എൻ്റെ കുട്ടികൾ പഠന സമയത്ത് ഞാൻ ഒരു സ്പോർട്സിൻ്റെ അധ്യാപകനായിരുന്നു. ദേശീയ നിലവാരത്തിൽ അന്ന് അവിടെയുള്ള മറ്റ് പ്രൈവറ്റ് സ്കൂളുകളെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിൽ ദേശീയ നിലവാരത്തിലേക്കൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരുവാൻ സാധിച്ചു. കാരണം വളരെ നിഷ്കളങ്കരായ കുട്ടികളാണ് കടന്നു വന്നത്. വളരെ നിഷ്കളങ്കരും വളരെ എല്ലാവരോടും സഹകരിക്കുന്നതുമായ ഒരു മാതാപിതാക്കളുടെ ഒരു വലിയ നിരയുമുണ്ട്. ഇവിടെയും അത് തന്നെയാണുള്ളത്. മാതാപിതാക്കളുടെ ഒരു വലിയ നിര നമ്മളോടൊപ്പം ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്യാൻ അത്യാവശ്യമുള്ള സഹായങ്ങൾ ഞങ്ങളിവിടെ ഈ നമ്മുടെ കരിമണ്ണൂർ പെൻഷനേഴ്സ് യൂണിറ്റിൻ്റെ കീഴിൽ 6 സ്കൂളുകളിലാണ് ഇന്ന് ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്നത്. കരിമണ്ണൂരുള്ള 2 സ്കൂളുകൾ, ഏഴുമുട്ടത്തുള്ള 2 സ്കൂളുകൾ, പള്ളിക്കാമുറിയിലെ സ്കൂള്, നമ്മുടെ സ്കൂള്, ഇങ്ങനെയുള്ള 6 സ്കൂളുകളിൽ ഇതുപോലെ തന്നെ നമ്മുടെ അംഗങ്ങളെല്ലാവരും ചെല്ലുന്നുണ്ട്. പഠനോപകരണങ്ങൾ ചെറിയ തോതിലുള്ളത് കൊടുക്കുന്നുണ്ട്. ഇനിയും നമ്മുടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ട് ഇവിടെ. അമ്മയ്ക്ക് ഗുരുവായത് മകൾ. 48-ാം വയസ്സിൽ ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ച നേര്യമംഗലം ആവോലിച്ചാലിൽ സ്വദേശി സന്ധ്യ പ്രഹ്ലാദന് ശിക്ഷണം നൽകിയത് മകൾ കലാമണ്ഡലം പ്രവിത പ്രഹ്ലാദനാണ്.
തയ്യൽ ഉപജീവന മാർഗമാക്കിയ നേര്യമംഗലം ആവോലിച്ചാൽ സ്വദേശിനി സന്ധ്യ പ്രഹ്ലാദൻ ഒരു ഡാൻസ് കോസ്റ്റ്യൂമർ കൂടിയാണ്. കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമായിരുന്നു നൃത്തകല അഭ്യസിക്കുക എന്നതും ഒരു നർത്തകിയാകുക എന്നതും. എന്നാൽ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ ആഗ്രഹം ഒരുപാട് നീണ്ടുപോയി. എന്നാൽ തന്റെ ആഗ്രഹങ്ങൾക്കപ്പുറം മകളെ മികച്ച ഒരു നർത്തകിയും നൃത്ത അധ്യാപികയുമായി മാറ്റി മകൾക്ക് പിന്തുണയായി തുടർന്നു. എന്നാൽ കാലങ്ങൾ പിന്നിട്ടിട്ടും അമ്മയുടെ ഉള്ളിലെ ആഗ്രഹം മനസ്സിലാക്കിയ മകൾ കലാമണ്ഡലം പ്രവിത പ്രഹ്ലാദൻ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം തന്റെ സ്ഥാപനമായ നാട്യബ്രഹ്മ സ്കൂൾ ഓഫ് ആർട്സ് അവതരിപ്പിച്ച അരങ്ങേറ്റ വേളയിൽ അമ്മ സന്ധ്യ പ്രഹ്ലാദനും 60 പിന്നിട്ട വിദ്യാർത്ഥികളും കുട്ടികളുമൊത്ത് അരങ്ങേറ്റ അവതരണം കാഴ്ചവെച്ചു. അവധിക്കാലത്തിന്റെ ആലസ്യത്തിൽ നിന്ന് കുരുന്നുകളുടെ കളിച്ചിരികളിൽ ഉണർന്ന വിദ്യാലയങ്ങൾ. അവധിക്കാലത്തിന് ശേഷം എത്തിയ കുട്ടികളെ ഉത്സവ ആഘോഷത്തോടെ സ്വീകരിച്ച് വിദ്യാലയങ്ങൾ. ഇത്തവണ ജില്ലയിൽ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയത് 5278 കുട്ടികളാണ്. കാലവർഷത്തിന്റെ കാറ്റിലും മഴയിലും കരിയിലും മൂടിക്കിടന്ന വിദ്യാലയ മുറ്റങ്ങൾ കളിച്ചിരികൾ നിറഞ്ഞ കളിക്കളങ്ങളായി മാറി. അടഞ്ഞുകിടന്ന ക്ലാസ് മുറികൾക്കുള്ളിൽ കുറുമ്പും കുസൃതിയും വീണ്ടും എത്തി. തുറന്നിട്ട ജനാലകൾക്കുള്ളിലൂടെ എത്തിയ വെളിച്ചം കുരുന്നുകളെ അറിവിന്റെ ലോകത്തിലേക്ക് വഴിതെളിക്കും. ആദ്യമായി വിദ്യാലയമുറ്റത്തിന്റെ പടികടന്നെത്തുന്നവരിൽ ചിലർക്ക് കൗതുകത്തിന്റെ വിസ്മയ ലോകം. പുതിയ രീതികൾ, പുതിയ അധ്യാപകർ, പുതിയ കൂട്ടുകാർ, എല്ലാം പുതുമ നിറഞ്ഞത്. എന്നാൽ മറ്റു ചിലർക്ക് പരിഭവവുമുണ്ട്. എങ്കിലും സ്കൂളിൽ കുട്ടികളെ ആകർഷിക്കുന്നതിനായി വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. ഇത്തവണ ഇടുക്കി ജില്ലയിൽ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയത് 5278 കുട്ടികളാണ്. ഒപ്പം 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലായി 84,128 കുട്ടികളാണ് പുതിയതായി പ്രവേശനം നേടുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന്റേത് അഭിമാനകരമായ വളർച്ചയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് യു പി സ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂലമറ്റം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ഉദ്ഘാടനം നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വാഷിംഗ് മെഷീന് തീപിടിച്ചു. തൊടുപുഴ മുതലക്കോടത്തിന് സമീപം പഴുക്കാക്കുളത്താണ് വാഷിംഗ് മെഷീന് തീപിടിച്ചത്. ലയൺസ് ക്ലബിന്റെ സ്വപ്നഭവനം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടത്തി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലിബോ ജോൺ താക്കോൽ ദാനം നിർവഹിച്ചു. അവധിക്കാലത്തിന് ശേഷം എത്തിയ കുട്ടികളെ ഉത്സവാഘോഷത്തോടെ സ്വീകരിച്ച് വിദ്യാലയങ്ങൾ. ഇത്തവണ ജില്ലയിൽ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയത് 5278 കുട്ടികളാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.